ഹലോ എവറി വൺ, വെൽക്കം ടു ഹിന്ദി സഹായക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം നമുക്ക് വരാൻ പോകുന്ന കുറേ എക്സാംസ്, ഹിന്ദി റിലേറ്റഡ് എക്സാംസ് ആയ HSC, JLT, അതുപോലെ സെറ്റ് എക്സാം, നെറ്റ് എക്സാം, സെറ്റ് ഹിന്ദി, നെറ്റ് ഹിന്ദി, JLT ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ വരുന്നുണ്ട്. അതുപോലെ കേഡറ്റ് കാറ്റഗറി 3, കാറ്റഗറി 4 ഇതിനൊക്കെ ഹെൽപ്പ് ആവുന്ന ആദ്യകാലിലെ കുറച്ച് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ പല എക്സാംസുകളിലും ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യത്തെ ചോദ്യം, ആദികാൽ കോ വീർഗാഥ കാൽ കിസ്നെ കഹാ ഹെ? ആദികാലത്തിന് വീർഗാഥ കാൽ എന്ന് പേരിട്ടത് ആരാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം നോക്കുക, രാംചന്ദ്ര ശുക്ലാണ് ആദികാലിന് വീർഗാഥ കാൽ എന്ന് പേരിട്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദികാലിന് വീർഗാഥ കാൽ എന്ന് പേരിട്ടത് ആചാര്യ രാംചന്ദ്ര ശുക്ലാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, പൃഥ്വിരാജ് രാസോ കെ രചയിത കോൻ ഹെ? അടുത്ത ചോദ്യം ഇതാണ്, പൃഥ്വിരാജ് രാസോ കി രചയിത. നമുക്കറിയാം പൃഥ്വിരാജ് രാസോ എഴുതിയതാരാണ്? ചന്ദബർദായി ആണ്. അത് ഓർത്ത് വെക്കുക, പൃഥ്വിരാജ് രാസോ എഴുതിയത് ചന്ദബർദായി. മൂന്നാമത്തെ ചോദ്യം, आदिकाल के किस कवि ने गड़ी बोली में रचना की है? അടുത്ത ചോദ്യം ഇതാണ്, ആദികാൽ കെ കിസ് കവി, ആദികാലത്തിലെ ഏത് കവിയാണ് ഗഡി ബോലിയിൽ രചന എഴുതിയത്? അതായത് ആദികാൽ കവികളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക, അതിൽ ഗഡി ബോലി ഭാഷയിൽ എഴുതിയ കവി ആരാണ്? നമുക്ക് ഓപ്ഷൻസ് നോക്കിയാൽ കാണാം. അമീർ ഖുസ്രു, വിദ്യാപതി, നരപതി നാൽ, ചന്ദബർദായി. അപ്പോൾ ഇവരിൽ നിങ്ങൾ നോക്കുക, ആരാണ്? അമീർ ഖുസ്രു ആണ് ആദ്യമായിട്ട് ആദികാലിന് ഗഡി ബോലി ഭാഷയിൽ രചന എഴുതിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, പാഹുഡ് ദോഹ കി രചയിത കോൻ ഹെ? അടുത്ത ചോദ്യം ഇതാണ്, പാഹുഡ് ദോഹ എഴുതിയത് ആരാണ്? ഓർത്തു വെക്കുക, പാഹുഡ് ദോഹ എഴുതിയത് രാം സിംഗ് ആണ്. പാഹുഡ് ദോഹ എഴുതിയിട്ടുള്ളത് രാം സിംഗ് ആണ്. അടുത്ത ചോദ്യം, രാവുൽവേൽ മേം കിത്നി ബോലിയം കാ ചിത്രൺ മിൽത്താ ഹെ? നമ്മളിവിടെ ആലോചിക്കണം, രാവുൽവേൽ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ രാവുൽവേൽ എന്ന് പറയുന്ന ഈ രചന എഴുതിയിട്ടുള്ളത് ആരാണ് നമ്മളോട് ചോദിക്കും. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. രാവുൽവേൽ എഴുതിയിട്ടുള്ളത് റോഡ് കവിയാണ് രാവുൽവേൽ എഴുതിയിട്ടുള്ളത്. ഈ ഒരു രാവുൽവേലിൽ എത്ര ബോലികളെ കുറിച്ചാണ് ചിത്രൺ മിൽത്തെ, എത്ര ബോലികളെ കുറിച്ച് പറയുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ ആലോചിക്കുക, രാവുൽവേലിൽ 9 ബോലികളെ കുറിച്ചാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ബീസൽ ദേവ് രാസോ കി നായിക കാ നാം ക്യാ ഹെ? അപ്പം നിങ്ങൾക്കറിയാം ബീസൽ ദേവ് രാസോ എഴുതിയിട്ടുള്ളത് നരപതി നാലാണ്. നരപതി നാൽ എഴുതിയ ബീസൽ ദേവ് രാസോയിലെ നായികയുടെ പേരാണ് ഇവിടെ ചോദിച്ചത്. നായിക രാജമതി. ഓർത്തു വെക്കുക, ബീസൽ ദേവ് രാസോ എഴുതിയത് നരപതി നാലാണ്. ഈ ഒരു ബീസൽ ദേവ് രാസോയുടെ നായികയുടെ പേരാണ് രാജമതി. അടുത്ത ചോദ്യം, ആദികാൽ കോ സംക്രമൺ കാൽ കിസ്നെ കഹാ ഹെ? ആദികാലത്തിന് സംക്രമൺ കാൽ എന്ന് നാമകരണം ചെയ്തത്, പേരിട്ടത് ആരാണ്? ഇവിടെ ആലോചിക്കുക, ആദികാലിന് സംക്രമൺ കാൽ എന്ന് പേരിട്ടത് രാം വിലാസ് ശർമ്മയാണ്. ആദികാലിന് സംക്രമൺ കാൽ എന്ന് പേരിട്ടത് രാം വിലാസ് ശർമ്മയാണ്. അടുത്ത ചോദ്യം, കുമാൻ രാസോ കി രചയിത കോൻ ഹെ? കുമാൻ രാസോ എഴുതിയത് ദളപതി വിജയ് ആണ്. ദളപതി വിജയ് ആണ് കുമാൻ രാസോ എഴുതിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ആദികാൽ കോ ജയ്കാൽ കിസ്നെ കഹാ ഹെ? ആദികാലത്തിന് ജയ്കാൽ എന്ന് പേരിട്ട ആളാണ് രമാശങ്കർ ശുക്ല രസാൽ. ആദികാലത്തിന് ജയ്കാൽ എന്ന് പേരിട്ട ആളാണ് രമാശങ്കർ ശുക്ല രസാൽ. ഓക്കെ, അടുത്ത ചോദ്യം, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് ഏതാണെന്ന് വെച്ചാൽ, ഭവിസയത്ത് കഹാ കിസ് പ്രകാർ കാ ഗ്രന്ഥ ഹെ? ചോദ്യം ഇതാണ്, ഭവിസയത്ത് കഹ കിസ് പ്രകാർ കാ ഗ്രന്ഥ ഹെ? എങ്ങനത്തെ ഗ്രന്ഥമാണ്? ലൗകിക് ചരിത് കാവ്യാണ്. അപ്പോൾ ഭവിസയത്ത് കഹ എഴുതിയത് ധൻപാലാണ്. അതൊരു ലൗകിക് ചരിത് കാവ്യമാണ്. ഇത് ഭവിസയത്ത് കഹ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് നമുക്ക് ഇന്ന് 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.
അപ്പം നിങ്ങൾ ഈ തന്നിട്ടുള്ള ചോദ്യം നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, എത്ര മാർക്സ് കിട്ടിയെന്ന് നോക്കുക. അപ്പോൾ ഇത് കൂടുതലായിട്ട് നമ്മൾ ആദ്യകാല ക്വസ്റ്റ്യൻ വർക്കൗട്ട്സ് ആണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് അപ്കമിങ് ക്ലാസ്സിൽ നമുക്ക് ആദ്യകാലെന്നും ഭക്തികാൽ, രീതികാൽ, ആധുനിക് കാൽ, അതുപോലെ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഏരിയയെന്നു, ഗ്രാമർ, പിന്നെ കാവ്യശാസ്ത്ര ഏരിയ എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ താങ്ക് യു.